എനിക്ക് പഞ്ചരത്നത്തിൽ പോണം. അത്യാവശ്യമായിട്ട് അമൃതയെ കാണണം. നിങ്ങളും എന്റെ കൂടെ വരണം. മോളെ ഒരു തെറ്റ് പറ്റിപ്പോയി. ദയവേത് ഒന്നും ശ്യാമളയോട് പറയരുത്. ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്ന് പോലീസ് കേസുമായിട്ട് വല്ലാത്ത വിഷമത്തിലായിരിക്കും എന്റെ കുട്ടിയോള്. എനിക്കൊന്ന് പോയി കാണണം അവരെ. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? വേണ്ടാന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാൻ പോയില്ലല്ലോ. ഇനി വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എനിക്ക് നാളെ തന്നെ പോണം. മോഷണ കുറ്റമൊക്കെ ആരോപിച്ച് ഇനി പോലീസുകാരൊക്കെ വരും. വെറുതെ അങ്ങോട്ട് പോയി പുലിവാല് പിടിക്കാനൊന്നും ഞാനില്ല. ഒരു പോലീസുകാരും വരില്ല. അമൃത നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് സംശയമുണ്ട്. പിന്നെ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ? നീ പൊയ്ക്കോ, പക്ഷെ ഞാൻ വരില്ല. ഞാൻ പല വട്ടമായിട്ട് ശ്രദ്ധിക്കുന്നു. പഞ്ചരത്നത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്താ ഒരു മടി? എന്ത് മടി? ഒരു കാര്യമില്ലാതെ അവിടെ എന്തിനു പോകുന്നെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിർബന്ധമായി എന്റെ കൂടെ നിങ്ങളും കൂടെ വരണം. ബസ് കയറി ഓട്ടോ പിടിച്ച് പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ. എന്ന് വെച്ചാൽ എനിക്കതിലേക്ക് എവിടെയാ സമയം? സമയം കണ്ടെത്തണം. ഇല്ലെങ്കിലേ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. പക്ഷേ ഒരാഴ്ചയെങ്കിലും അവിടെ നിന്നിട്ടേ ഞാൻ തിരികെ വരൂ. അത് വേണ്ട. അങ്ങനെ അവിടെ പോയി കൂടിയാലേ അവര് നിന്നോട് പല നുണകളും പറഞ്ഞേൽപ്പിക്കും. എന്നോട് പിള്ളേർ ഒരു കള്ളവും പറയില്ല. ശരി ശരി, ഞാൻ നോക്കട്ടെ നാളെ കൂടെ വരാൻ പറ്റുമെന്ന്. വന്നാലും അധിക സമയം ഞാൻ നിൽക്കില്ല കേട്ടോ. ചെന്ന് കയറി മുഖം കാണിച്ച് അപ്പൊ തന്നെ തിരിച്ചിറങ്ങാൻ പറഞ്ഞേക്കല്ലേ. ശരി ശരി, ഇത്തിരി താമസിച്ചാലും നീ എന്റെ കൂടെ വന്നോണം. അതൊക്കെ വരാം. എനിക്ക് അവരെ ഒന്ന് കാണണമെന്നേ ഉള്ളൂ. ആരെ എന്റെ കുഞ്ഞുങ്ങളെ ചതിക്കാൻ ശ്രമിച്ചെന്നൊന്ന് അറിയണം. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ബന്ധുക്കളും സ്വന്തക്കാരും വരെ ചതിക്കും. മറ്റന്നാൾ 4:30 ഫ്ലൈറ്റ്. രാത്രിയാവും സുമേഷ് ഇവിടെ എത്താൻ. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? ഇനി ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതെ അവൻ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. അവിടുത്തെ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചാ എന്താ കുഴപ്പം? അവൻ ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനി വിട്ട് പെട്ടെന്ന് പോരാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും അവിടെ. നല്ല ശമ്പളം കിട്ടാൻ ജോലിയല്ലേ, വലിയ കമ്പനി. അവിടെ വലിയ സാലറി ഉണ്ടെങ്കിലേ അതിനനുസരിച്ചുള്ള ചെലവും കാണും. ഇവിടെ ആയാലും ഏട്ടന് ഒട്ടും മോശമില്ലാത്ത ശമ്പളം കിട്ടും. അതാ നല്ലത്. എടാ, നിന്നെ അവൻ ഗൾഫിൽ കൊണ്ടുപോകുന്ന പേടിച്ചല്ലേ നീ ഇങ്ങനൊക്കെ പറയുന്നേ? ആ, അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എന്നെ കൊണ്ടുപോകണമെങ്കിലേ ഞാൻ കൂടെ സമ്മതിക്കണം. അല്ല, എന്തായാലും ഏട്ടന് കല്യാണം ആലോചിക്കാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ഏട്ടന് ഇവിടെ തന്നെ താമസിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. കല്യാണത്തിന്റെ കാര്യം തന്നെയാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പോഴത്തെ അവന്റെ ഒരു നിലയും വിലയും ഒക്കെ വെച്ച് കൊള്ളാവുന്ന ഏതെങ്കിലും വീട്ടിൽ നിന്ന് നല്ലൊരു പെങ്കൊച്ചിനെ കൊണ്ട് കെട്ടിക്കണം. അവന്റെ ഭാവി സുരക്ഷിതവും ആവും. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്റെ ചെറുക്കന്റെ കാര്യത്തിൽ എനിക്ക് ചില കണക്കൂട്ടലൊക്കെ ഉണ്ട്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഞാൻ പറയാം. പെങ്ങടെ മോളെ കൊണ്ട് കെട്ടിക്കാനല്ലേ? അത് നടക്കില്ല. നല്ല സാമ്പത്തികം മേടിച്ചിട്ടേ ഞാൻ എന്റെ മോനെ കെട്ടിക്കൂ. അല്ലാതെ ധർമ്മ കല്യാണത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ഈ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യം മാത്രമല്ലേ ഉള്ളൂ വിചാരം? എന്റെ പെങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ആര് പറഞ്ഞു ഉത്തരവാദിത്വം നിറവേറ്റണ്ടെന്ന്? അതിന് എന്റെ മോനെ കിട്ടത്തില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. കൊള്ളാവുന്ന പയ്യന്മാരെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പെങ്ങടെ മക്കളോടുള്ള കടപ്പാടും ഉത്തരവാദിത്വം നിങ്ങളങ്ങ് നിറവേറ്റിക്കോ. നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യം പറഞ്ഞ് തല്ലുകൂടിയിട്ട് ഒരു കാര്യമില്ല. ഏട്ടന്റെ ഇഷ്ടമാണ് പ്രധാനം. എന്റെ ഒരു അറിവ് വെച്ചിട്ട് അമൃതേച്ചി ഏട്ടനും തമ്മിൽ ചെറിയൊരു അടുപ്പമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വരണ്ട. അവര് തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. ഒക്കെ നിന്റെ അച്ഛന്റെ മനപ്പായസ. അതെ,
ഞാൻ ഇപ്പം നിന്നോട് തർക്കിക്കാനില്ല. എന്തായാലും 2 ദിവസത്തിനകം അവൻ എത്തുമല്ലോ. എന്നിട്ട് മതി ഇനി ഈ കാര്യത്തിലുള്ള സംസാരമൊക്കെ. അമ്മ ഇത് എന്താ ആലോചിക്കുക? ദേ ഞാനിവിടെ വന്നിരുന്നതേ നിങ്ങളുടെ അമ്മയത്തല്ല് കാണാനല്ല. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നുണ്ടെങ്കിലേ ദേ ഇരിക്കുന്നു, എടുത്ത് കഴിക്കണം. ആരെങ്കിലും കൈ കയറി പിടിക്കോ? ഓല്ല പിന്നെ. ചേട്ടാ ഇത് നല്ല കൂത്തായല്ലോ. അമ്മ അച്ഛനോടുള്ള ദേഷ്യം എന്നോടാണോ കാണിക്കണേ? ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ല കാശും പുത്തനും ഉള്ള ഒരു പെണ്ണിനെ എന്റെ മോൻ കെട്ടും, അതുറപ്പ്.